നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുന്നു. കേരളം ഞെട്ടും. ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ട ഈ ന്യൂസ് കാർഡ് വലിയ ചർച്ചയായിട്ടുണ്ട് എന്ന കാര്യം തർക്കമില്ല. ഞങ്ങൾ അതിന്റെ ഗൗരവം ഏറ്റെടുക്കുന്നു. പലരും പ്രതീക്ഷിച്ചതുപോലെ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ഏതെങ്കിലും വെളിപ്പെടുത്തലോ നിർണായക വിവരങ്ങളോ അല്ല ഇത്. മറിച്ച് കേരളത്തിലെ കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടുതൽ നമ്മൾ ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ചില നിർണായക വിവരങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ ചതിക്കുഴികളുടെ പല അനുഭവ കഥകളും നമുക്ക് മുന്നിലുണ്ട്. അനുദിനം ഇരകളാവുന്നവരുടെ എണ്ണവും നിരവധിയാണ്. എന്നാൽ മനസാക്ഷി മരവിച്ചു പോകുന്ന കെണികളുടെ പുതിയ ഏടുകളിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്ന ചിത്രങ്ങൾ ടെലഗ്രാം എന്ന ആപ്പ് വഴി വിൽക്കപ്പെടുകയാണ്. സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം മാധ്യമങ്ങളിലെ ചതിക്കുഴികളുടെ അനുഭവങ്ങൾ പലതും നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ മനസാക്ഷി മരവിച്ചു പോകുന്ന കെണികളുടെ പുതിയ ഏടുകളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഷെയർ ചെയ്യുന്ന ചിത്രങ്ങൾ ടെലഗ്രാം വഴി വിൽക്കപ്പെടുന്നു. എങ്ങനെയെന്ന് നോക്കാം. സമൂഹ മാധ്യമങ്ങളിലെ പലതരത്തിലുള്ള ചതിക്കുഴികളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി നടക്കുന്ന ഈ ഇടപാടുകൾ ആരെയും ഞെട്ടിക്കും. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ സ്നാപ്ചാറ്റിലോ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ അറിയാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ലൈംഗിക താല്പര്യത്തോടെ ടെലഗ്രാം അക്കൗണ്ടുകളിലൂടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമല്ല ഇത്തരം ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മളെ ഞെട്ടിക്കുന്നതും. സ്വന്തം വീടുകളിലെ അമ്മമാരുടെയോ സഹോദരിമാരുടെയോ സ്വന്തം ഭാര്യയുടെയോ ചിത്രങ്ങൾ ഇത്തരം ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുന്നവരുണ്ടെന്നതാണ് ഭയാനകം. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ പറഞ്ഞാൽ സേഫാന്ന് കൊടുത്ത് ആൾക്കാർ അയക്കുന്ന, എന്ന് വെച്ചാൽ ഗേൾസ് അയക്കുന്ന ഫോട്ടോസും അവരുടെ പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് മിക്കത് ലീക്കാവുന്നത്. ഇത് ലീക്കാവുന്ന പറഞ്ഞാൽ ഡിസപ്പിയറിങ് മെസ്സേജസ്, വാനിഷ് മോഡ് ഇപ്പം വാനിഷ് മോഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഡിസപ്പിയറിങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടെലഗ്രാമിലുണ്ട്, ഡിസപ്പിയറിങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്നാപ്ചാറ്റിലുണ്ട്. അപ്പോൾ ഈ സ്നാപ്ചാറ്റിൻ്റെ അകത്തുനിന്ന് വന്ന ഈ ഡിസപ്പിയറിങ് മെസ്സേജസ് എന്ന് പറഞ്ഞാൽ സാധനമല്ല, ഇവർ ഡിസപ്പിയർ ആയി പോകുമെന്ന് പറഞ്ഞ് ബോയ്ഫ്രണ്ടിന് അയക്കുന്നതോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അയക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം സ്നാപ്ചാറ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഈ പറഞ്ഞ ടെലഗ്രാമിലും എല്ലാം അയക്കുന്നത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇവർ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അതാണ് മെയിനായിട്ട് ഈ പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ബേസിക് ആയിട്ട് ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ആക്കുന്നത്. ഇതൊരു ടെലഗ്രാം അക്കൗണ്ടിന്റെ ചാറ്റാണ്. എൻ്റെ അമ്മയെ തരാം, നിങ്ങളുടെ അമ്മയെ തരുമോ എന്നാണ് ഈ ചാറ്റ് തുടങ്ങുന്നത് തന്നെ. ഇതിന് ശേഷം വരുന്ന കമന്റുകൾ എത്രത്തോളം അശ്ലീലത നിറഞ്ഞതാണോ അതനുസരിച്ച് ഇതിന്റെ താഴെ ഇനി ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ വീട്ടിലെ ഹോംലി പിക്ക്, നിങ്ങളുടെ സഹോദരിമാരുടെ പിക്ക്, നിങ്ങളുടെ ഭാര്യയുടെ പിക്ക്, അമ്മമാരുടെ പിക്കൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അമ്മയുടെ ചിത്രം പങ്കുവെച്ച ഒരു മകന്റെ ചാറ്റാണിത്. അതിന് താഴെ എത്രത്തോളം മോശമായി, എത്രത്തോളം അശ്ലീലത കലർത്തി ലൈംഗിക താല്പര്യത്തോടെ സംസാരിക്കുന്ന കമന്റുകളാണ് താഴെ വരുന്നത് മൊത്തം. അതിനുശേഷം ഈ അമ്മയുടെ തന്നെ മറ്റ് പല ചിത്രങ്ങളും ഈ മകൻ പങ്കുവെക്കും. ക്ലാസ്സിലെ ഫ്രണ്ട്സിന്റെ ചിത്രങ്ങൾ പങ്കുവെക്കുന്ന കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട് എന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമാണ്. സ്വന്തം എൻ്റെ പെണ്ണ് കൊള്ളാവോ എന്ന് ചോദിച്ചിട്ടാണ് ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെ പ്രേക്ഷകരെ കാണിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രത്തോളം അശ്ലീലത നിറഞ്ഞ, ലൈംഗികത നിറഞ്ഞ സംഭാഷണങ്ങളാണ് ഈ ചാറ്റുകൾ ഉടനീളമുള്ളത്. ഇതിന് താഴെ എത്രത്തോളം നിങ്ങൾ മോശമായി ഈ ഫോട്ടോയ്ക്ക് കമന്റ് ഇടുന്നോ അതനുസരിച്ച് താഴെ വീണ്ടും ഈ കുട്ടിയുടെ തന്നെ ഫോട്ടോസ് വന്നുകൊണ്ടേയിരിക്കും. 100 കണക്കിന് ഗ്രൂപ്പുകളാണ് ഇത്തരത്തിലുള്ളത്. അതിൽ തന്നെ കൗമാരക്കാരായ പെൺകുട്ടികളുടെ ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതുണ്ട്, മുസ്ലിം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മാത്രമുള്ളത്, അമ്മമാർക്ക് വേണ്ടി മാത്രമുള്ളത്, യുവതികളുടേത്, അങ്ങനെ പ്രത്യേകം ഗ്രൂപ്പുകളുണ്ട്.
റേപ്പ് വീഡിയോകൾ വരെ ലഭ്യമാണ്. ഈ ചിത്രങ്ങൾ മെയിൻ ഗ്രൂപ്പുകളിലാണ് ആദ്യം എത്തുന്നത്. ശേഷം ടെലഗ്രാം AI ബോട്ടുകൾ വഴി മോർഫ് ചെയ്ത് പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ ഇടുന്നുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളിൽ പലതും പണം ലഭിച്ചാൽ മാത്രം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പെൺകുട്ടികളുടെ ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ ഷെയർ ചെയ്താൽ കിട്ടുന്ന ഗ്രൂപ്പുകളാണ്. അതുമല്ലെങ്കിൽ ഭാര്യ, അമ്മ, പെങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കണം. ആയിരക്കണക്കിന് അംഗങ്ങളാണ് ഓരോ ഗ്രൂപ്പുകളിലുമുള്ളത്. ഗ്രൂപ്പുകൾ പലതും അതീവ സുരക്ഷ നേടി പ്രവർത്തിക്കുന്നതാണ്. സൈബർ സെല്ലിന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വെല്ലുവിളിച്ചാണ് ഗ്രൂപ്പുകൾ സജീവമാകുന്നത്. നിങ്ങളറിയാതെ പിന്തുടരുന്ന ചതിക്കുഴികൾ കരുതിയിരിക്കാം. സ്വന്തം വീടിനുള്ളിലും സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലും ഏറെ ജാഗ്രത പുലർത്തണമെന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആയിഷത്തുൽ ഷംന, ന്യൂസ് 18. സൈബർ ഇടത്തെ ചതിക്കുഴികൾ പലതരത്തിലും പല രൂപത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലും ടെലഗ്രാം എന്ന ആപ്പ് മിസ്യൂസ് ചെയ്യപ്പെടുന്നത്, അതല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നടക്കുന്ന പലതരത്തിലുള്ള ഇത്തരം തട്ടിപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ തട്ടിപ്പിന്റെ പുതിയൊരു രൂപമാണ് സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് പോലും കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പുതിയ തലമുറ ചിന്തിക്കുന്നത് ഏതു തരത്തിലാണ് എന്ന ഗൗരവമുയർത്തുന്ന ചോദ്യം. അങ്ങനെയെങ്കിൽ അത് വലിയ വലിയ ദുരന്തങ്ങൾക്ക് ഇടവെക്കില്ലേ എന്ന ഗൗരവമായ ഒരു കാര്യമാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ആയിഷത്തുൽ ഷംനയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഷംന തന്നെ നമുക്കൊപ്പം ചേരുന്നു. ഷംന, ആദ്യം എങ്ങനെയാണ് നമ്മൾ ഈ വാർത്തയിലേക്ക് എത്തിയത്? ഇത്തരത്തിൽ ടെലിഗ്രാമിനുള്ളിൽ ഒരുപക്ഷെ പുതിയ തലമുറകളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന്റെ ഗൗരവമായ ഒരു വശത്തിലേക്കാണ് നമ്മൾ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. എങ്ങനെയാണ് ആദ്യം നമ്മൾ ഈ വാർത്തയിലേക്ക് എത്തുന്നത്? ഒപ്പം ഇതിൽ നടക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനാവുന്നത്? തീർച്ചയായും സജിത്ത്, ഞാൻ ഈ വാർത്തയിലേക്ക് എത്തുന്നത് ഒരു സുഹൃത്ത് വഴിയാണ്. ടെലഗ്രാമിൽ വളരെ ആക്റ്റീവായ ഈ ജോബ് വാക്കൻസികൾ ഉൾപ്പെടെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ എത്താറുണ്ട്. അങ്ങനെ വളരെയധികം ടെലഗ്രാമിൽ ആക്റ്റീവായ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഈ വാർത്തയിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഒരുപാട് നമ്മൾ ഈ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പലപ്പോഴും ഗ്രൂപ്പുകളിൽ സാധാരണ ടെലഗ്രാം പലപ്പോഴും സിനിമകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയും ഇത്തരം ജോബ് വാക്കൻസി അറിയാൻ വേണ്ടിയൊക്കെയാണ് ടെലഗ്രാം സാധാരണക്കാർ ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ഈ ഗ്രൂപ്പുകളിൽ, ഈ സാധാരണ ഗ്രൂപ്പുകളിൽ നമ്മൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പലപ്പോഴും ഓരോ ലിങ്ക് എത്തും. ഈ ലിങ്ക് പലപ്പോഴും ടൈമർ വെച്ച് അയക്കുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ലിങ്ക് ടെലഗ്രാം ചാറ്റിൽ നിന്ന് പോകും. അങ്ങനെ ഈ ലിങ്കിൽ കയറി കഴിയുമ്പോൾ പിന്നീട് അതൊരു വേറെ ലോകമാണ്. പിന്നെ നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് പിന്നെ നമുക്ക് എത്താൻ കഴിയും. ഈ ഗ്രൂപ്പുകളിൽ ഇതുപോലെ സ്നാപ്ചാറ്റിൽ, ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ഫോട്ടോസ്, സാധാരണ നോർമലായി നമ്മൾ ഏതൊരാളും പലപ്പോഴും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ സ്ക്രീൻഷോട്ടുകൾ അടിച്ചും അല്ലെങ്കിൽ അത്തരത്തിൽ അതിൽ നിന്ന് എടുത്ത് ഈ ഗ്രൂപ്പുകളിൽ ഇടുന്നു. ഇങ്ങനെ ഈ ടെലഗ്രാമിൽ ഇത് മോർഫ് ചെയ്തും അല്ലാതെയും ഇതിന് വളരെ മോശമായ രീതിയിൽ കമൻറ്റ് പറഞ്ഞൊക്കെ ഈ ഗ്രൂപ്പുകൾ ആക്റ്റീവ് ആകും. ആ മെമ്പേഴ്സിന്, ആ ഗ്രൂപ്പുകളിലുള്ള മെമ്പേഴ്സിന് പിന്നീട് അടുത്ത ഗ്രൂപ്പുകളിലേക്ക് കടക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പുകൾ കുറച്ചുകൂടി സുരക്ഷിതത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്. കാരണം അതിലങ്ങനെ പെട്ടെന്നൊന്നും ഒരാൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇവർ വളരെ നോർമലൈസ് ചെയ്യുന്ന നമ്മുടെ ഈ ഫോട്ടോസ് ഷെയർ ചെയ്യപ്പെടുന്ന ഈ ഗ്രൂപ്പുകളിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളുടെയോ ഭാര്യയുടെയോ അമ്മയുടെയോ ഒക്കെ ചിത്രങ്ങൾ പതിയെ ഓരോ ചിത്രങ്ങൾ അല്ലെങ്കിൽ 2 ചിത്രങ്ങളൊക്കെ വെച്ച് ഈ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാൻ തുടങ്ങും. അതിനുശേഷമാണ് മറ്റു ഗ്രൂപ്പുകളുടെ ലിങ്ക് നമുക്ക് ലഭിക്കുക. അതിൽ തന്നെ പലതും പണം കൊടുത്താൽ മാത്രം ലഭിക്കുന്ന ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഗ്രൂപ്പുകളിലേക്ക് പലപ്പോഴും പലർക്കും പെട്ടെന്ന് എത്തിച്ചെല്ലാൻ കഴിയുന്നില്ല. കാരണം പണം കൊടുത്താൽ മാത്രം ലഭിക്കുന്ന ഗ്രൂപ്പുകളാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരുടെ, അമ്മമാരുടെ, ഭാര്യമാരുടെയൊക്കെ വീഡിയോകൾ, ഫോട്ടോകൾ, അത് ഇത്തരത്തിൽ മോശമായ രീതിയിലുള്ള ഒരു വീഡിയോ ആവണമെന്നില്ല. നോർമലായി സാധാരണ അവർ വീട്ടിൽ നിൽക്കുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇവർക്ക് പലപ്പോഴും വേണ്ടത്. ഇത് പിന്നീട് അവർ മോർഫ് ചെയ്തും അല്ലാതെയൊക്കെ അതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നമ്മൾ പങ്കുവെക്കുകയാണ് ഈ ഗ്രൂപ്പുകളിൽ. അതിനുശേഷം പണം കൊടുത്താൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഷെയർ ചെയ്താൽ, അതുമല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെയോ ഭാര്യയോ ഒക്കെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുത്താലൊക്കെയാണ് ഇതിനകത്തുള്ള മറ്റു ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ തന്നെ സെലക്റ്റീവാണ് ഗ്രൂപ്പുകൾ മൊത്തം. 10 വയസ്സിന് താഴെ വരെയുള്ള പെൺകുട്ടികളുടെ, 10 വയസ്സ് പോലും ആകാത്ത പെൺകുട്ടികളുടെ ചിത്രം, ഇവർക്ക് പലപ്പോഴും ഒരു കോഡ് ഭാഷയുണ്ട്.
ഇപ്പോൾ മുസ്ലിം കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 10 വയസ്സ് തികയാത്ത അത്ര ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭാര്യമാർക്ക് വേണ്ടിയിട്ട്, അമ്മമാർക്ക് വേണ്ടിയിട്ടൊക്കെ ഇവർക്ക് പലപ്പോഴും ഒരു കോഡ് ഭാഷയാണ്. അപ്പം അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കിലു എന്നാണ് ഇവർ ഈ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പറയുന്നത്. അവരുടെ പിക്ക് ചോദിച്ചു വരുമ്പോൾ അടുത്ത ലിങ്ക് തരും. അതിൽ തന്നെ ഒരു ഫോട്ടോ ഒക്കെയാണ് പലപ്പോഴും ഈ ഗ്രൂപ്പുകളിൽ, ഇവർ നോർമലൈസ് ചെയ്യുന്ന ഈ ഗ്രൂപ്പുകളിൽ പലപ്പോഴും ഒരു ഫോട്ടോയാണ് വരുന്നത്. അതിൽ ഇവർ അതിന് താഴെ പറയും ഇന്ന ഫോട്ടോസ് വേണമെങ്കിൽ, ഇന്ന ഗ്രൂപ്പ് വേണമെങ്കിൽ DM ചെയ്യൂ, പേഴ്സണൽ മെസ്സേജ് വരൂ എന്ന് പറയും. അതിനുശേഷം നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്നത്, പൈസ ചോദിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ചിത്രങ്ങൾ ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടും. ഇങ്ങനെയാണ് നമുക്ക് അടുത്ത ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ കഴിയുന്നത്. ഓരോ ഗ്രൂപ്പിലും 1000കണക്കിന് 10000കണക്കിന് മെമ്പർമാരുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, തീർച്ചയായും നമ്മുടെ സ്വന്തം വീടുകളിൽ നിന്നാണ് ഇത്തരം ചിത്രങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതും എന്നതാണ് വസ്തുത. ഒപ്പം തന്നെ ഈ ബാക്കിയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടാണ് ഇവർ ആസ്വദിക്കുന്നത്. ഇത് എത്രത്തോളം മോശമായിട്ടുള്ള കമൻറ്റുകളാണ് ഇതിന് താഴെ വരുന്നത്, അത് കണ്ട് ഇവർ ആസ്വദിക്കുകയാണ്. ഇപ്പം എൻ്റെ അമ്മയുടെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ ചിത്രങ്ങൾ, എൻ്റെ സഹോദരിയുടെ ചിത്രങ്ങൾ, ഇതിന് താഴെ വൃത്തികെട്ട രീതിയിൽ ഓരോരുത്തർ കമൻറ്റ് ചെയ്യുമ്പോൾ, ചിത്രങ്ങൾ ഞാൻ തന്നെ ഷെയർ ചെയ്യുന്നു, അതിന് താഴെ വൃത്തികെട്ട കമൻറ്റുകൾ വരുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുന്നു എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതും ഭയപ്പെടുത്തുന്നതും. ആ ഒരു അവസ്ഥ തന്നെയാണ്. അതിനുശേഷം ഇങ്ങനെ മോശം കമൻറ്റുകൾ ചെയ്തും അത് ആസ്വദിച്ച് അതിനുശേഷം ബാക്കിയുള്ളവരുടെ ചിത്രങ്ങൾ ചോദിക്കുന്നു. ഇപ്പോൾ അപ്പുറത്ത് ഓപ്പോസിറ്റ് ചാറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളോട് ഇത്തരത്തിൽ ആവശ്യപ്പെടും, നിങ്ങളുടെ വീട്ടിലെ ഫോട്ടോസ് അയക്കൂ, ഞാൻ എൻ്റെ വീട്ടിലെ ഫോട്ടോസ് തരാം, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഫോട്ടോസ്. നമ്മൾ നേരത്തെ ചാറ്റിൽ കണ്ട പോലെ തന്നെ എൻ്റെ അമ്മയെ തരാം, നിങ്ങളുടെ അമ്മയെ തരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അത്രത്തോളം ഇവിടുന്ന് ഒരാൾ സ്വന്തം വീട്ടിലെ ഫോട്ടോസ് അയച്ചു കൊടുക്കാനുണ്ട്, അപ്പുറത്തുനിന്ന് ഒരാൾ അത് വാങ്ങിക്കാനും അയാളുടെ വീട്ടിലെ ഫോട്ടോസ് ഷെയർ ചെയ്യാനും ഉണ്ട്. അത്രത്തോളം ആക്റ്റീവാണ് ഈ ഗ്രൂപ്പുകൾ പലപ്പോഴും. അതുപോലെ തന്നെ ഹോംലി പിക്കിന് മാത്രം പ്രത്യേകം ഗ്രൂപ്പുകളുണ്ട്. അത് പലപ്പോഴും ഈ മെയിൻ ഗ്രൂപ്പുകളിൽ ഒരു മെസ്സേജ് വരും, ഹോംലി പിക്ക് വേണോ എന്നാൽ DM വരൂ, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് താഴെ ലിങ്ക് വരും. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ നമ്മൾ പലപ്പോഴും പണമായോ മറ്റ് ഫോട്ടോസോ ഒക്കെ നൽകേണ്ടതുണ്ട്. അമ്മയുടെ ചിത്രം നമ്മൾ നേരത്തെ കാണിച്ചു, അമ്മയുടെ ചിത്രമാണ്. അതിന് താഴെ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയാത്ത അത്രത്തോളം മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ, ലൈംഗിക ചുവയോടെയുള്ള സംഭാഷണങ്ങൾ, അതാണ് വരുന്നത്. പലപ്പോഴും കുറച്ച് കുറവാണ്, ഈ താഴെ വരുന്ന കമൻറ്റുകൾ കുറവാണെങ്കിൽ ഈ ഫോട്ടോ ഷെയർ ചെയ്യുന്ന ആൾക്കാർ തന്നെ ചോദിക്കും മോർ കമൻറ്റ്സ്. അതാണ് നമുക്ക് ഒരിക്കലും മനസ്സിലാവാത്തൊരവസ്ഥ. അതാണ് മോർ കമൻറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഇത്തരത്തിൽ മോശമായ, വളരെ വളരെ മോശമായ രീതിയിൽ, അതല്ലെങ്കിൽ ഈ പോൺ വീഡിയോസിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന ക്ലിപ്പുകൾ ജിഫുകളാക്കി അതൊക്കെയാണ് ഈ ഗ്രൂപ്പുകളിൽ എത്തുന്നത്. അതിനുശേഷം ഇവർ ഇത്തരത്തിൽ ആരെങ്കിലും ഒരാൾ ഈ ഗ്രൂപ്പിൽ ഈ ചാറ്റിൽ വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. എന്നിട്ട് കൂടുതൽ ഫോട്ടോസ് അവർക്ക് ഷെയർ ചെയ്യും. അവർ വീണ്ടും പേഴ്സണലായിട്ട് ഇത്തരത്തിൽ കുറച്ചും കൂടി കൂടുതൽ അശ്ലീല കമൻറ്റുകളായും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജിഫുകളായൊക്കെ അയക്കും. അത് കണ്ട് ആസ്വദിക്കും. അതല്ലെങ്കിൽ അതിനെ തന്നെ പണത്തിനായിട്ട് വിൽക്കും. ഞാൻ ഇനിയും ഫോട്ടോസ് അയച്ചു തരാം, ഇത്ര രൂപ വേണം. ആ ചാറ്റുകൾ ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇത്തരത്തിൽ ഉള്ള ഇവർ മോർഫ് ചെയ്യുന്ന ചാറ്റ് ബോട്ടുകളും ഗ്രൂപ്പുകളുമാണ് ഇത്. നമ്മുടെ സാധാരണ ഫോട്ടോ നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ സ്നാപ്ചാറ്റിൽ പലപ്പോഴും ടൈമറൊക്കെ വെച്ചിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന ചിത്രങ്ങൾ, ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് ഡിസപ്പിയർ ആയി പോവും എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന ചിത്രങ്ങൾ ആ 10 സെക്കൻഡ് ഉള്ളിൽ തന്നെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ എത്തുന്നുണ്ട് എന്നതാണ് സത്യം. ആ ഫോട്ടോസ് അല്ലെങ്കിൽ ആ വീഡിയോസ് ഇത്തരത്തിൽ ചാറ്റ് ബോട്ട് വഴി ഇവരതിനെ മോർഫ് ചെയ്ത് പലപ്പോഴും ഈ പോൺ വീഡിയോസിലെ ഇതുമായി മോർഫ് ചെയ്താണ് ഇത്തരത്തിൽ പിന്നീട് പ്രചരിപ്പിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഈ ഷെയർ ചെയ്യപ്പെടുന്ന ചിത്രങ്ങൾ, സ്വന്തം അമ്മയുടെയോ പെങ്ങളുടെയോ ഭാര്യയുടെയൊക്കെ ചിത്രങ്ങൾ ഷെയർ ചെയ്യപ്പെട്ട് അതിനെ ഒരാൾ ഇങ്ങനെ അപ്പുറത്ത് മോർഫ് ചെയ്തും ഇത്തരത്തിൽ എഡിറ്റ് ചെയ്തൊക്കെ നൽകുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുന്ന ഒരുപാട് പേര് ഈ ഗ്രൂപ്പുകളിൽ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം എങ്ങനെയാണ് കാണാൻ ഇവർക്കിത് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഗ്രൂപ്പുകളിൽ സെല്ലർ എന്നാണ് ഈ ഗ്രൂപ്പിന്റെ പേര് തന്നെ.
ഇത്തരത്തിൽ പല ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ടത്, ഈ ചെറിയ പെൺകുട്ടികളുടെ ഫോട്ടോ ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഹിന്ദു പെൺകുട്ടികളുടെ ഫോട്ടോ ആണോ വേണ്ടത്, മുസ്ലിം പെൺകുട്ടികൾ, സെലക്റ്റീവാണിത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഈ ഗ്രൂപ്പുകൾ ആക്റ്റീവ് ആവുന്നുണ്ട് എന്നത് മറ്റൊരു സത്യമാണ്. കാരണം ഇപ്പോൾ പെരുന്നാളാവുമ്പോൾ മുസ്ലിം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ ഓണമാവുമ്പോൾ ഹിന്ദു പെൺകുട്ടികളുടെ ചിത്രങ്ങൾ, ഈസ്റ്റർ ആവുമ്പോൾ ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ, അങ്ങനെ ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ മതപരമായ എന്തെങ്കിലും അത്തരത്തിൽ ആഘോഷങ്ങളോ ചടങ്ങുകളൊക്കെ വരും ഈ ഗ്രൂപ്പുകളിൽ ആക്റ്റീവ് ആവുമ്പോൾ വളരെയധികം സെലക്റ്റീവ് ആവും. അത്തരം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മാത്രം കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിന്നീട് ഈ ഗ്രൂപ്പുകൾ നടക്കുന്നത്. ഇതിൽ തന്നെ എത്ര രൂപക്കാണ് നിങ്ങൾക്ക് ഗ്രൂപ്പ് വേണ്ടത്? 50 രൂപ മുതൽ 600-700 രൂപക്ക് ഒരു വീഡിയോക്ക് അല്ലെങ്കിൽ ഒരു ഫോട്ടോക്ക് 600-700 രൂപ വെച്ച് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അത്തരം ഗ്രൂപ്പുകളുണ്ട്. അതിനുശേഷം അവർ ഇതുപോലെ ഗൂഗിൾ പേയുടെ അല്ലെങ്കിൽ അവർക്ക് പണം അയക്കേണ്ട ഇതിലയക്കും. അതിനുശേഷം നമ്മൾ അവർക്ക് പണം അയച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ പിന്നീട് നമുക്ക് ബാക്കിയുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇവരുടെ ഇത്തരത്തിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ലഭിക്കാം. ഇത് മൊത്തം ഈ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ചാറ്റ് ബോട്ടുകളാണ്. ഈ ബോട്ടുകൾ വഴിയാണ് വീഡിയോകളാണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ഇവർ ഷെയർ എഡിറ്റ് ചെയ്ത് മാറ്റുന്നത്. യെസ്, അതാണ് ഷംന. നമുക്ക് പറയാൻ കഴിയുന്നത് ഒരുപക്ഷെ ടെലിഗ്രാമിൽ നടക്കുന്ന ഇത്തരം ഇടപാടുകൾ ഒരുപക്ഷെ പുതിയ തലമുറയിൽ എല്ലാവർക്കും പരിചിതമാവാം. പക്ഷെ അതിനുമപ്പുറം ഇത് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത നമ്മളെ കൂടുതൽ ജാഗ്രതപ്പെടുത്തേണ്ടി വരുന്നത് അത് തന്നെയല്ലേ? ഒരുപക്ഷെ ഈ വാർത്തയിൽ നമുക്ക് പ്രധാനമായും ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നതും ഈ കുടുംബങ്ങളിൽ എങ്ങനെ നമ്മൾ ജാഗ്രത പുലർത്തണം, അല്ലെങ്കിൽ മാറുന്ന യുവതലമുറയുടെ പുതിയ ചിന്താരീതി, ഇതല്ലേ നമ്മളെ ഏറ്റവും അധികം ജാഗ്രതപ്പെടുത്തേണ്ടി വരിക ഷംന? തീർച്ചയായും സജിത്ത്, അത് തന്നെയാണ്. ഇത് പുതിയ തലമുറയിലെ ഒരു വിഭാഗക്കാർക്കെങ്കിലും ചിലപ്പോൾ ഈ ഗ്രൂപ്പുകളും ഇതൊന്നും ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയൊന്നും ആവില്ല. പക്ഷേ സാധാരണക്കാരായ അമ്മമാർക്ക്, സഹോദരിമാർക്ക്, ഭാര്യമാർക്കൊക്കെ ഇത് തീർച്ചയായും അവരെ വേദനിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും ആയ ഒരു വാർത്ത തന്നെയാണ്. ജാഗ്രത പുലർത്തുക എന്നതിനപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പം സ്വന്തം വീടുകളിൽ ഉൾപ്പെടെ നമ്മൾ അറിയാതെ ഒരു ക്യാമറ കണ്ണുണ്ട് എന്ന് തന്നെ നമ്മൾ ഉറച്ച് വിശ്വസിച്ച് അങ്ങനെ തന്നെ നമ്മൾ അതിന് ജാഗ്രത പുലർത്തിയേ കഴിയും. പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ചിത്രങ്ങൾ മാത്രമല്ല, നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ചിത്രങ്ങൾ മോർഫ് ചെയ്ത് വരുന്നുണ്ട്, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീടുകളിൽ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് നമുക്ക് വിശ്വസിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള, നമുക്ക് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അറിയാതെ ഒരു ക്യാമറ കണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ട് എന്ന് വിശ്വസിച്ച് അല്ലെങ്കിൽ അതിനെതിരെയാണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം ടെലിഗ്രാം അടക്കമുള്ള നിരവധി ആപ്പുകൾ ഉപയോഗിച്ച് നടക്കുന്ന ഇത്തരം മിസ്യൂസിങ് നമ്മൾ മുൻകാലങ്ങളിലും പലതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ജാഗ്രതപ്പെടേണ്ടി വരുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം ചിത്രങ്ങൾ പുറത്തു പോകുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ എന്താണ് നമുക്ക് ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ കഴിയുമോ എന്നതാണ്.